Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So, Kerala Story 2. ടീസർ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. സോ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പരിപാടി എന്നുള്ളത് നമുക്ക് കുറച്ചൊന്ന് അനലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതൊരു പരമ്പരയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा। अय्यो, पूरे भारत में शरिया लागू होगा। ये ब्याह इलीगल है। इതെന്ത് base ചെയ്തിട്ടോ? केस है ये 16 साल रही है वो। इन पेपर्स के हिसाब से आपकी छोरी 18 साल की है। सारी जिंदगी बर्बाद कर देगा। बात ने समझते ब्याह। आप नहीं समझ रहे हो पापा। ഇത് റിയൽ സ്റ്റോറീസ് ബേസ് ചെയ്തിട്ടാണോ അതോ ഇത് ഇവര് എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളതൊന്നും പറയുന്നില്ല. ഇതിനകത്ത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ഒന്നും പറയുന്നില്ല. मम्मी पापा को बिना मध्य बताए हम कर ही प्रदेश। कह रहे हैं शादी। अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, पर अगर हम पे भरोसा है तो कर लेते हैं। क्या आपको मोहम्मद फैजान से निकाह कबूल है? कबूल है। सुभान अल्लाह, मुबारक हो। जो रिश्ते की बुनियादी धोखो हो बे। ഇതെല്ലാം ഹിന്ദു പെമ്പിളരാണെന്നാണോ माँ പറയുന്നത്? फैजान ऐसा नहीं। കേരള. लिविंग इन मैं कन्वर्ट नहीं होंगी। हाँ और वैसे भी मैं इन सब चीजों में बिलीव नहीं करता। अच्छे तो होंगे ना, वो किस रिलीजन को फॉलो करेंगे? मेरा सलीम ऐसा नहीं है। ഓക്കെ, हमारा काम है हिंदू लड़कियों को अपना बनाना। हमारे यहाँ ये सब नाच गाना ना ഇത് ഈ എന്താണ് ഇത് കേരളത്തിന് മാത്രമല്ലല്ലോ കാണിക്കുന്നത്. സോ വൈ ദിസ് എനിക്ക് ദർ ഇസ് ഓൾവേസ് ദിസ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ നെയിം ഓഫ് ദ മൂവി ഗിവൻ ആസ് കേരള സ്റ്റോറി? അതെന്തുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന് മാത്രം കൊടുക്കുന്നത്? ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഇവർ ഇതെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. സോ വൈ നമ്മുടെ സ്റ്റേറ്റിനെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ये तो धोखा है। बढ़ाऊं मैं सारी रील। वो लिबरल जर्नलिस्ट कहाँ गया जो रिलीजन में बिलीव ही नहीं करता था? हम कभी नास्तिक नहीं होते, सिर्फ तुम काफिर लोग नास्तिक होते हो। കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ മാറി ഇങ്ങനെ ആവും എന്നാണ് പറയുന്നത്. भी तुमने हमसे प्यार करो कि नहीं करो? नई जिंदगी मिल रही है तुझे, जीना सीख ले। ഓക്കെ, ഒരു കല്യാണം കഴിക്കുന്നു എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യുന്നു, അതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത് കൊടുക്കുന്ന ഒരു വളരെ വലിയൊരു റോങ് മെസ്സേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് എല്ലാ രാജ്യത്തും, നമ്മുടെ രാജ്യത്താണ് ഈ അറേഞ്ച്ഡ് മാരേജ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഏഷ്യൻ കൺട്രീസിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറച്ച് കൺട്രീസിന് മാത്രമാണ് ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉള്ളത്. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലവ് മാരേജ് ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് റിലീജിയൻ യു ബിലോങ് ടു, ഇറ്റ് ഡസൻ മാറ്റർ. ഇപ്പോൾ ജൂതനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും ഏത് മതക്കാരനായിരുന്നാലും ഇറ്റ് ഡസൻ മാറ്റർ ആസ് ലോങ് ആസ് ടു പീപ്പിൾ ആർ ഇൻ ലവ്, ദേ ആർ അലൗഡ് ടു ഗെറ്റ് മാരിഡ്. പിന്നെ ഇങ്ങനെയുള്ള സീക്വൻസും കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം റീസെൻ്റ്ലി കുറേ അടുത്തൊന്നും ഞാൻ ഒരുപാട് പൊളിറ്റിക്കലായിട്ട് കിടക്കുന്നില്ല. ചില തട്ടിത്തെറിച്ചും അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് എല്ലാ വിഭാഗത്തിലും നടക്കുന്നുണ്ട്, മനസ്സിലായി. അപ്പം ഇത് മാത്രം ഒരു എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിഭാഗത്തിനെ മാത്രം എപ്പോഴും ഇങ്ങനെ ഒരു ഇലക്ഷൻ സമയം വരുമ്പോഴോ, ഞാൻ ആരെയും പേരെടുത്ത് പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സൈഡിൽ നിന്നും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ലൈക്ക് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ അവർ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആൾക്കാരുണ്ട്. അതിപ്പം എല്ലാ റിലീജിയനിലും, ഹിന്ദുവിലാണെങ്കിലും മുസ്ലിമിലാണെങ്കിലും ക്രിസ്ത്യനിലാണെങ്കിലും എല്ലാ മതങ്ങളിലും ഈ ഒന്നേ അങ്ങറ്റം അല്ലെങ്കിൽ ഇങ്ങറ്റം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം ഇറ്റ്സ് ലൈക്ക് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് വാട്ട് സിസ്റ്റം ദാറ്റ് വി ലിവ് ഇൻ. പക്ഷേ അത് നമ്മൾ ലൈക്ക് ഒരു കാര്യത്തിന് വേണ്ടി എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഓക്കെ ഒരിക്കൽ കാണിച്ചു, പിന്നെ വീണ്ടും അടുത്ത ഇലക്ഷൻ ടൈം ആകുമ്പോൾ വീണ്ടും എടുത്ത് കാണിക്കുന്നു. സോ അതൊരു ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ സെക്യുലർ തിങ് ടു ഡു. നമ്മളൊരു ഡെമോക്രസിയിൽ നമ്മളൊരു സെക്യുലർ ആയിട്ടുള്ളൊരു സ്പേസിലാണ് ജീവിക്കുന്നത്. അപ്പം അതിൽ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ മാത്രം എടുത്തിപ്പോൾ ഇങ്ങനെ അവർ നമ്മളടുത്ത് ഇടപഴകുന്നതും നമ്മൾ കുറച്ച് സ്നേഹം കാണിക്കുന്നതും എല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്താഗതി ഐ മീൻ കാര്യങ്ങൾ തിരിച്ചറിയാൻ
പക്വതയില്ലാത്ത ആൾക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതിനോട് ലൈക്ക് ഞാൻ വാക്കുകളെല്ലാം വളരെ സൂക്ഷിച്ചാണ് കേട്ടോ പറയുന്നത്. അതാണ് ഞാൻ ആലോചിച്ച് പറയുന്നത്. സോ അങ്ങനെയുള്ള ആൾക്കാർ ലൈക്ക് ടീനേജേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് കാണുമ്പോഴേക്കും അവർക്കൊരു സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള മൂവീസ് കാണുമ്പോഴത്തേക്കും ആ പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് ഇങ്ങനെ ഒരു വിദ്വേഷം തോന്നാനുള്ള ചാൻസസ് ഉണ്ട്. അതിപ്പോൾ ഏത് വിഭാഗത്തിനെ പറ്റി മറ്റൊരു വിഭാഗം പറഞ്ഞിരുന്നാലും ശരി തന്നെ അതിങ്ങനെ ഒരു മൂവിയായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നതും അടിക്കുന്നതും ബഹളം വെക്കുന്നതും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഒരു കോളേജ് സ്പേസിൽ തന്നെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകാർ തമ്മിൽ ഇരിക്കുകയെന്ന് വിചാരിക്കട്ടെ, അയാൾ വന്ന് കുറച്ച് കൂടുതലായിട്ട് അടുപ്പം കാണുമ്പോൾ അവർ ഇങ്ങനെ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതിന് അങ്ങനെ ഒരു ലേബൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സൊസൈറ്റിക്കകത്ത് ഇങ്ങനെയുള്ള മൂവീസ് ഇൻജെക്ട് ചെയ്യുന്ന ഒരുപാട് നെഗറ്റീവ് സംഭവങ്ങളും ഉണ്ട്. ആൻഡ് വൈ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇത് കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരിക്കൽ അവർ കാണിച്ചു, ഒരിക്കൽ ഇങ്ങനെ ഓക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നില്ലേ എന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് നേരത്തെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. ആൻഡ് ആസ് പെർ ദ ന്യൂസ്, ആസ് പെർ ഓൾ ദ ഡോക്യുമെന്റ്സ്, നമ്മളുടെ പിന്നെ നമ്മൾ നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ ചില കാര്യങ്ങളൊക്കെ ചില സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് എല്ലാവരും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പയ്യൻ വന്നൊരു പെണ്ണിനോട് പരിചയപ്പെടുന്നതും അടുപ്പം കാണിക്കുന്നതും എല്ലാം ഈ ഒരു അർത്ഥത്തിലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള മൂവീസ് എല്ലാം അങ്ങനെ ഒരു ഐഡിയ കൊടുക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഐഡിയ കൊടുക്കാം, തീർച്ചയായിട്ടും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. यूनाइटेड नहीं है ना, इसी बात का फायदा उठा रहे हैं वो लोग. हमें आपसे कुछ नहीं चाहिए, ഉം. बस एक आवाज, एक सपोर्ट. भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी. എന്തൊക്കെയെന്ന് ചില കാര്യങ്ങൾ നമ്മൾ വിവാദങ്ങളിലേക്ക് മൈൻഡിൽ ഒരുപാട് കാര്യമുണ്ട് പറയാൻ. പക്ഷെ നമ്മൾ അധികം കൂടുതൽ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മുടെ മനസ്സാക്ഷിക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതായി പോകും. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ കുറച്ച് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഇതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാമർ ചെയ്യുന്ന കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് തെറ്റായ വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള സീൻസാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് വെരി പ്രൊവോക്കേറ്റീവ് എന്ന് വെച്ചാൽ ആൾക്കാരെ ഇമോഷൻസ് ഇങ്ങനെ ട്രിഗർ ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കും നമ്മളങ്ങ് ട്രിഗറാവും. മനസ്സിലായോ? അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് രക്തം തിളയ്ക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഐ സേ ദാറ്റ് ദെർ ആർ ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ കഴിഞ്ഞ ടീസർ റിലീസിലേ പറഞ്ഞിരുന്നു, ഈ ഹിറ്റ്ലറിന്റെ സമയത്ത് പ്രൊപ്പഗാൻഡ മിനിസ്റ്ററായിട്ട് ജോസഫ് ഗീബിൾസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ രക്തം തിളപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ. ഇറ്റ്സ് കോൾഡ് പ്രൊപ്പഗാൻഡ. അപ്പം നമ്മൾ വീഴുന്നതും വീഴാതിരിക്കുന്നതും എല്ലാം നമ്മൾ നേടിയെടുത്ത സാമൂഹിക ബോധത്തിൽ നിന്നും, നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ നിന്നും, നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സൊസൈറ്റി ആയിട്ട് എത്രത്തോളം നമ്മൾ ഇൻവോൾവ് ആണ്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രാപ്തിയുള്ള ആൾക്കാർക്കെല്ലാം ഇതെന്താണ് ഇൻജെക്ട് ചെയ്യുന്നതെന്നുള്ളൊരു പരിപാടി മനസ്സിലാവും. തീർച്ചയായിട്ടും ഇറ്റ്സ് വെരി പ്രൊവോക്കേറ്റീവ്. ആൾക്കാർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ദർ ആർ പീപ്പിൾ ലൈക്ക് ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ മുസ്ലിംസിൻ്റെ കടയിൽ ചെന്ന് ആഹാരം പോലും കഴിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ആൻഡ് ഹാപ്പൻ ടു മീ ലൈക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ നമുക്ക് അവിടെ കയറി കഴിക്കാം, നമുക്ക് ഇങ്ങനെ അവിടെ നല്ല ക്ലീനാണ്, നല്ല ഇതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അത് മുസ്ലിംസിൻ്റെ കടയാണ്, സോ അവിടെ കയറി എങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സോ എനിക്കതൊരു വലിയൊരു ഷോക്കായിരുന്നു. ഇറ്റ് ഈസ് വെരി കോമൺ ഫോർ ബോത്ത് ദ പാർട്ടീസ് നോട്ട് ടു ഗോയിങ് ടു ഈച്ച് അതർ ഷോപ്സ്. അല്ലെങ്കിൽ ഇപ്പം മുസ്ലിംസ് ആയിട്ടുള്ള ഒരാൾ ഹിന്ദുക്കളുടെ കടയിൽ ചെന്ന് എന്തെങ്കിലും വാങ്ങുക, ഒട്ടും വാങ്ങില്ല എന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ആൻഡ് അത് കുറച്ച് ആൾക്കാരൊന്നുമല്ല, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ ഈ വിദ്വേഷം ഒന്നും കൂടുകയാണ്. അവരുടെ ഉള്ളിലുള്ള ഈ പണ്ട് നാൾ മുതലേ പഠിപ്പിച്ച് കേട്ട് മനസ്സിലാക്കി വെച്ചേക്കുന്ന ഈ ഒരു ഹെയ്റ്റ് ഉണ്ടല്ലോ, ആ ഹെയ്റ്റ് ഒന്നുകൂടെ വളരും. സോ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന എന്തിനാണ് ഇങ്ങനെ? ഓക്കെ, ദർ ആർ സം പീപ്പിൾ ഹു ഡിഡ് സം ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഇതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അത് വീണ്ടും നമ്മൾ ആ ഒരു
നമ്മളെന്താണ് ഒരു ഉണങ്ങാത്തൊരു മുറിവ് പോലെ ഇങ്ങനെ മുറിവ് ഉണങ്ങി വരുമ്പോഴത്തേക്ക് വീണ്ടും അതിനെ എന്താണ് അഴിച്ച് പുറത്ത് കാണിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇറ്റ്സ് നെവർ ഗോണ ഹീൽ. ഓക്കെ, ബാക്കി ഇവിടെ കാണാം. अम्मी अबे 3 लड़कियां और लानी है. अब की बार ऊंची जात की लड़की लाए और बामन की लड़की के 12 लाख मिलते है. मुझे लड़की इस पर जो खर्च करवाया उसका क्या? तुम्हें हाथ नहीं का वसूली कर वो. എക്സ്ട്രീം പ്രൊവോക്കേഷനാണ്, എക്സ്ട്രീം പ്രൊവോക്കേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ ഇതിനകത്ത് കാണിച്ചു എന്നുള്ളതാണ്. നിർബന്ധിച്ച് എന്താ എഴുതി കാണിച്ചത്? ബിഫോർ യുവർ ഡോട്ടർ ബിക്കംസ് ദെയർ നെക്സ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഒരു ഒന്നാം തരം പ്രൊപ്പഗാൻഡ പടം. ഈ ഇത് കേട്ടിട്ടൊന്നും ചില ആൾക്കാരൊന്നും കിടന്ന് ഒഫൻഡ് ആവുമൊന്നും വേണ്ട. ഇതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാണുന്ന ആൾക്കാർ ഇനിയെങ്കിലും, ഞാൻ അധികമായിട്ട് ഒരുപാട് പറഞ്ഞ് നീട്ടുന്നൊന്നുമില്ല, പക്ഷെ കാണുന്ന ആൾക്കാർ ഇനിയെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ വകതിരിവുള്ള ആൾക്കാരും, നമ്മളൊരാൾ നമ്മളെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ്, ശരിയായിട്ടുള്ള ഇൻറ്റൻഷനാണോ തെറ്റായിട്ടുള്ള ഇൻറ്റൻഷനാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും കഴിവും എല്ലാം ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ലൈക്ക് എവ്രിബഡി ഹാസ് ദാറ്റ്. നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുമല്ലോ. ലൈക്ക് അതുമാത്രമല്ല, നമുക്ക് എപ്പോഴും ഒരു ഗട്ട് ഫീലിംഗും ഉണ്ടാവും. അത് ഇങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമല്ല, അത് എന്ത് കാര്യത്തിലാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും അതിൻ്റേതായ ഒരു തിരിച്ചറിവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് ടു മച്ച്. നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന, ഒരു ട്രെയിലർ കാണുന്ന സമയത്തിന് അതിനകത്ത് റേപ്പ് കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് എന്താണ് ഈ എക്സ്ട്രീം അബ്യൂസ് കാണിച്ചിട്ടുണ്ട്, ഇന്ന സ്ത്രീകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്നിട്ട് അവരെ ടോർച്ചർ ചെയ്യുന്നതും. സോ ഐ എം ടെല്ലിങ് യു, എന്താണ്, ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇറ്റ്സ് നോട്ട് ഗുഡ് ടു ഡു തിങ്സ് ലൈക്ക് ദിസ്. ഒരു സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള മൂവീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ദിസ് ഇസ് ഗോയിങ് ടു ഡു, ഇത് കാണുന്ന ഒരാൾ നാളെ ഒരുമിച്ച് ഒരു റൂമിനകത്തിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു അകൽച്ച ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു മൂവീസാണ് ഇതൊക്കെ. സീരിയസ്ലി ഐ ബിലീവ് ഇൻ ഇറ്റ്. കാരണം ഈ മൂവി കണ്ടിറങ്ങിയതിന് ശേഷം നാളെ ഒരു ക്ലാസ്സിനകത്ത് ഒരു മുസ്ലിം പയ്യനും ഒരു പെൺകുട്ടിയും നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, എല്ലാവരും ആണെന്ന് പറയുന്നില്ല, എല്ലാവരും അങ്ങനെയല്ല, നമ്മുടെ പിള്ളേർക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള പിള്ളേരാണ് നമ്മൾ, പക്ഷേ ഇത് കണ്ടിട്ട് കുറച്ചെങ്കിലും ആൾക്കാർ ആ ഒരു വിവേചനം കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ദിസ് മൂവി ഈസ് എ സക്സസ്. മനസ്സിലായോ? അത് കാണിക്കണോ വേണ്ട. മൂവി ഇറങ്ങും ഇറങ്ങാതിരിക്കുക, അതെല്ലാം ഓരോ രാഷ്ട്രീയക്കാരുടെയും ഓരോ കക്ഷികളുടെയും ഓരോ എന്താണ് മതത്തിൻ്റെയും മെജോറിറ്റിയുടെയും മൈനോറിറ്റിയുടെയൊക്കെ ഓരോ പാർട്ടായിട്ട് അതിങ്ങനെ വന്നും പോയിരിക്കും. അത് നമ്മുടെ തലയിലോട്ട് എടുത്തു വെക്കണമെന്നുള്ളത് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, എന്നാൽ ഞാൻ അകത്തു. അതുകൊണ്ട് ഐ എം സ്റ്റോപ്പിങ് ഹിയർ. ഞാൻ നമ്മൾ വെറുതെ എന്തിനാണ് കൂടുതൽ ഇമോഷൻസ് ഇട്ട് വെറുതെ കൂടുതൽ ഡിക്രഷൻ ഇട്ട് അകത്താവുന്നത്. സോ ഓൾറൈറ്റ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് സംഭവം. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. അടുത്ത ടീസറും പിന്നെ മൂവി റിവ്യൂ വരുന്നുണ്ട് ഉടൻ തന്നെ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ടൈം ആയിപ്പോയി. സോ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ. ഇതിൽ കാരണം നിങ്ങൾക്കറിയില്ല, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമായിരുന്നു, കുറച്ച് ആലോചിച്ചൊക്കെ പറയാൻ പറ്റത്തുള്ളായിരുന്നു. നമ്മൾ എന്ത് വേർഡ്സ് യൂസ് ചെയ്യുന്നെന്ന് പോലും നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിച്ച് വേണം ചില കാര്യങ്ങൾ പറയാൻ. സോ അത്രേ ഉള്ളൂ. ഇനി വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സോ